സോ ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നിങ്ങൾക്ക് ഗ്രാഫിക്സ് കാർഡൊന്നും ഇല്ലാതെ തന്നെ 1 GB റാമിന് താഴെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന 3 ലോ ഇൻഡ് PC ഗെയിംസിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 ഉടനെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രം അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ സമയങ്ങളെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ആദ്യത്തെ ഗെയിം എന്ന് പറയുന്നത് ഫാർ ക്രൈ എന്ന ഗെയിമാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഗെയിമാണ് ഫാർ ക്രൈ എന്ന് പറഞ്ഞ ഗെയിം. ഫാർ ക്രൈ 1 എന്ന് പറഞ്ഞ ഗെയിം ഇതൊരു ഫസ്റ്റ് പേഴ്സൺ ഷൂട്ടർ ഗെയിമാണ്. ഇപ്പോൾ ഡെവലപ്പ് ചെയ്തൊക്കെ യൂബിസോഫ്റ്റ് ആണ്. അപ്പോൾ എന്ന് പറയുന്നത് ഒരു സർവൈവൽ ഗെയിമാണ്. വളരെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സർവൈവൽ ഗെയിമാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് മിനിമമായിട്ട് ഞാൻ സിസ്റ്റം റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് മിനിമമായിട്ട് നിങ്ങൾക്ക് 256 MB റാം തന്നെ ധാരാളമാണ്. ഇപ്പോൾ ഇത് സിമ്പിളായിട്ട് നല്ല ഗ്രാഫിക്സോടുകൂടി നിങ്ങൾക്ക് PC കളിക്കാൻ പറ്റിയ അടിപൊളി ഗെയിമാണ് ഫാർ ക്രൈ എന്ന് പറയുന്നത്. നല്ല സർവൈവലായിട്ടുള്ള നിങ്ങൾക്ക് വളരെ നല്ല സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും അടിപൊളിയായിട്ടുള്ള ഗെയിമാണ് ഫാർ ക്രൈ 1 എന്ന് പറയുന്ന ഗെയിം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിസ്റ്റം റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ലിസ്റ്റിലുള്ള നമ്മുടെ രണ്ടാമത്തെ ഗെയിം എന്ന് പറയുന്നത് FIFA 7 എന്ന് പറയുന്ന ഗെയിമാണ്. ഫുട്ബോളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ കളിക്കാൻ പറ്റുന്ന നല്ലൊരു ഗെയിം തന്നെയാണ് FIFA 7 എന്ന് പറയുന്ന ഫുട്ബോൾ ഗെയിം. അപ്പോൾ നിങ്ങൾക്ക് ഫുട്ബോളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് 1 GB റാമിന് താഴെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കളിക്കാൻ പറ്റും, സ്മൂത്തായിട്ട് ഒരു ലാഗില്ല കളിക്കാൻ പറ്റുന്ന ഗെയിമാണ് FIFA 7 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മിനിമം റാം റിക്വയർ എന്ന് പറയുന്നത് 256 MB റാമാണ് ഇതിന് മിനിമം ആയിട്ടുള്ള റാം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് താഴെ പറഞ്ഞ റിക്വയർമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കതൊന്ന് ജസ്റ്റ് നോക്കാവുന്നതാണ്. അപ്പോൾ വളരെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കളിക്കാൻ പറ്റുന്ന വളരെ ഫുട്ബോൾ ഗെയിമാണ് FIFA 7 എന്ന് പറഞ്ഞ ഗെയിം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ അതുപോലെ ഏറ്റവും ലാസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് NFS അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഗെയിമാണ്. നീഡ് ഫോർ സ്പീഡ് അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഗെയിം തന്നെയാണിത്. ഇതെന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രീറ്റ് റേസിംഗ് ഗെയിം തന്നെയാണിത്. ഒളിമ്പിക് സിറ്റി എന്ന് പറഞ്ഞ സിറ്റിയിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാർസൊക്കെ വെച്ച് നമുക്ക് റേസ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു റേസിംഗ് ഗെയിം തന്നെയാണ് NFS അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഗെയിം. അപ്പോൾ എന്ന് പറയുന്നത് നല്ല ഗ്രാഫിക്സ് ഉള്ള കുറഞ്ഞ എന്ന് വെച്ചാൽ 1 GB റാമിന് താഴെ നിങ്ങൾ കളിക്കാൻ പറ്റുന്ന നല്ല ഗ്രാഫിക്സ് ഉള്ളൊരു ഗെയിം തന്നെ എനിക്ക് പറയാൻ സാധിക്കുന്നതാണ് നീഡ് ഫോർ സ്പീഡ് NFS അണ്ടർഗ്രൗണ്ട് എന്ന് പറയുന്ന ഗെയിം. അപ്പോൾ ഈ ഗെയിം ഫീച്ചർ ചെയ്യുന്ന 3 പ്ലേ മോഡ്സ് ഉണ്ട്. ഡ്രാഗൺ, ഡ്രിഫ്റ്റ്, സ്പ്രിൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും NFS ഈ ഗെയിമിന് വരെ ഫാൻസ് ഇപ്പോഴും ഒരു ഫാൻസ് ഉണ്ട് ഈ ഗെയിമിന് തന്നെ പറയുന്നത്. അപ്പം ഇതിൽ നല്ല ഗ്രാഫിക്സ് അതുപോലെ നല്ല ആക്ഷൻ ഉള്ളതുകൊണ്ട് നീഡ് ഫോർ സ്പീഡ് അണ്ടർഗ്രൗണ്ട് വളരെ നല്ലൊരു പോപ്പുലറായ ഗെയിം തന്നെയാണിത്. അപ്പോൾ ഇതിന് നമുക്ക് മിനിമമായിട്ട് സിസ്റ്റം റിക്വയർമെൻറ്റ്സ് പറയുന്നത് താഴെ പറയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മിനിമം റാം എന്ന് പറയുന്നത് നിങ്ങൾ കാണാം 228 MB റാമാണ് വരുന്നത്. 256 MB റാം വേണം വിൻഡോസ് 2000 or XP ഒക്കെ റൺ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് 1 GB റാമിന് താഴെ നിങ്ങൾ കളിക്കാൻ പറ്റുന്ന ലോ ഇൻഡ് PC ഗെയിംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഉടനെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതിന് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഏതാണെന്ന് നിങ്ങൾ ജസ്റ്റ് ആരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഇപ്പോഴത്തെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പുതിയ ടെക്നോളജി വീഡിയോകളുമേ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.